ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ പ്രീമിയർ പ്രോയിൽ വാട്ടർമാർക്ക് അല്ലെങ്കിൽ ലോഗോ ആഡ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷനും ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് 4 രീതിയിൽ, അതായത് നമ്മളിപ്പം ഓൾറെഡി ഫോട്ടോഷോപ്പിൽ ചെയ്ത വാട്ടർമാർക്കാണെങ്കിൽ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത്, അതുപോലെ JPG ഫയലാണെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത്, PNG ഫയലാണെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത്, പിന്നെ ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ പുതിയത് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാൻ പ്രീമിയർ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ട്, കുറച്ച് ഫൂട്ടേജും അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വാട്ടർമാർക്കും ഐക്കണും ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കൺ, അതുപോലെ നേരത്തെ ചെയ്തു വെച്ച വാട്ടർമാർക്ക്. ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഓപ്പൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോഷോപ്പ് ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ വിൻഡോ വരുന്നത്. ഈ വിൻഡോയിൽ നമ്മൾ ഏത് ലെയറാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക, അതുപോലെ മെർജ് ചെയ്തിട്ട് വേണോ ഇൻഡിവിജ്വലായിട്ട് വേണോ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഫോട്ടോഷോപ്പ് ഫയലിൽ 2 ലെയർ ഉള്ളൂ, ഒന്ന് ഐക്കണും ഒന്ന് ടെക്സ്റ്റും. അപ്പോൾ അത് രണ്ടും എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ മെർജ് ഓൾ ലെയർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു. നമുക്ക് ആവശ്യമായ മെറ്റീരിയൽസൊക്കെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു ഫോട്ടോഷോപ്പ് ഫയലാണെങ്കിൽ എങ്ങനെ നമുക്ക് വാട്ടർമാർക്ക് ആഡ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഫോട്ടോഷോപ്പിൻ്റെ ഫയൽ സെലക്ട് ചെയ്യുക, അത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ലെയറിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അതിനുശേഷം വീഡിയോൻ്റെ ഫുൾ ലെങ്ത് വരുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനുശേഷം എഫക്റ്റ് കൺട്രോൾ പാനലിൽ പോവുക, മോഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വാട്ടർമാർക്കിൻ്റെ പൊസിഷനും സ്കെയിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് വാട്ടർമാർക്കിൻ്റെ ഫോട്ടോഷോപ്പ് ഫയൽ ആഡ് ചെയ്യുന്നത്. നമുക്കിനി എങ്ങനെ ഒരു JPG ഫയൽ ആഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ JPG ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് നമ്മുടെ ടൈം ലൈനിലേക്ക് രണ്ടാമത്തെ വീഡിയോ ലെയറിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇതുപോലെ ആയിരിക്കും കാണുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എഫക്റ്റ് കൺട്രോൾസിൽ പോവുക, അതിനകത്ത് ബ്ലെൻഡിങ് മോഡ് ലീനിയർ ഡോഡ്ജ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ സ്കെയിലും പൊസിഷനും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് JPG ഫയൽ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ PNG ഫയൽ ആഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ PNG ഫയലിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ ഫോട്ടോഷോപ്പ് ഫയൽ എങ്ങനെയാണോ ചെയ്ത് അതുപോലെ തന്നെയാണ് PNG ഫയലും ചെയ്യുന്നത്. PNG ഫയൽ നമ്മുടെ ടൈം ലൈനിലെ രണ്ടാമത്തെ ലെയറിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അതിനുശേഷം അത് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പൊസിഷനും സ്കെയിലും സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒപ്പാസിറ്റിയും സെറ്റ് ചെയ്യാം. ഇനി ഇതൊന്നും അല്ലാണ്ട് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്തൊരു ഐക്കണും വെച്ചിട്ട് ഒരു വാട്ടർമാർക്ക് ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൻ്റെ PNG ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഐക്കൺ നമ്മുടെ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം എഫക്ട്സ് കൺട്രോളിൽ പോയിട്ട് അതിൻ്റെ പൊസിഷനും സ്കെയിലും സെറ്റ് ചെയ്യാം. പൊസിഷനും സ്കെയിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ എസെൻഷ്യൽ ഗ്രാഫിക്സിൽ എഡിറ്റ്സ് എടുക്കുക. അതിനകത്ത് ന്യൂ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ടൈപ്പ് ചെയ്താലും മതി. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷനും സ്കെയിലും സെറ്റ് ചെയ്യാം. അതിനുശേഷം ആ ടെക്സ്റ്റ് ലെയറിൻ്റെ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 ലെയറും സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ 2 ലെയറും സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് നെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെയിം ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ 2 ലെയറും കൂടി ഒരു പുതിയ സീക്വൻസ് ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് സ്കെയിലോ പൊസിഷനോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ 2 ലെയറിൻ്റെ ഒരുമിച്ച് അഡ്ജസ്റ്റ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.